നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി സ്വന്തം വീട്ടിൽ താമസിച്ചത് ജാമ്യവ്യവസ്ഥ ലംഘിച്ച് നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്നാണ് 2023 ഒക്ടോബറിലെ ജാമ്യവ്യവസ്ഥയിൽ പറയുന്നത്. ഗോകുൽ VS ഉണ്ട്. ഗോകുൽ, അങ്ങനെയായിരുന്നു സംഭവമെങ്കിൽ ഇത് പോലീസിനും അറിവുള്ള കാര്യമല്ലേ? തീർച്ചയായും ഇത് സ്പെഷ്യൽ, അതായത് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സ്വാഭാവികമായും പോലീസിന് ലഭിക്കേണ്ടതാണ്. ഇത്തരത്തിൽ പ്രതി സ്വന്തം വീട്ടിൽ താമസിച്ചിരുന്നത് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത്. പോലീസിന് ആ ഭാഗത്ത്, അതായത് ഇയാൾ വീട്ടിൽ പ്രവേശിച്ച് സംബന്ധിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലായപ്പോഴും, കാരണം 26-ാം തീയതി പെൺകുട്ടി പരാതി നൽകിയിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ട ആളുടെ മകൾ പരാതി നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് വിവരം പോലീസിന് ലഭിച്ചിരുന്നു. എന്നിട്ടും അതിൽ ജാമ്യം റദ്ദാക്കാനുള്ള മറ്റു നടപടികളിലേക്ക് പോലീസ് നീങ്ങിയോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് വരുന്നത്. നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്നാണ് 2023 ഒക്ടോബറിലെ ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നത്. ഇത് ലംഘിച്ചാണ് നെന്മാറ പഞ്ചായത്തിലേക്കുള്ള സ്വന്തം വീട്ടിലേക്ക് ഇയാൾ കഴിഞ്ഞിരുന്നത്. അല്ലെങ്കിൽ വിവരങ്ങൾ നൽകിയത്. നെന്മാറ കേസിലെ പ്രതി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചായിരുന്നു താമസിച്ചത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്.